ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ അടിപൊളി ബ്രെഡ് റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഈവനിങ് സ്നാക്കും ഇഫ്താർ സ്നാക്കും ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ബ്രെഡ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ആവിയിൽ വേവിച്ചാൽ മതിയാവും. ഒരുപാട് സമയം വേവിച്ച് കഴിഞ്ഞാൽ അത് വല്ലാണ്ട് ഒട്ടിപ്പോകും. ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. നമ്മൾ ഇതൊന്ന് പരത്തിയിട്ടാണ് ഇതിൽ ഫില്ലിങ് വെക്കുക. അപ്പോൾ പൊട്ടി പോകാണ്ടിരിക്കാനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മൾ പൊരിച്ച് ചിക്കനൊക്കെ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ സെയിം എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇനി ഉള്ളി വഴറ്റാൻ പോകുന്നത്. അപ്പോൾ ഇതാ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഉള്ളി 2 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പൊരിച്ച് വെച്ച എണ്ണയിലേക്ക് ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഉള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ പൊരിച്ച ചിക്കൻ്റെ മസാല തന്നെ അതിലുണ്ട്. അപ്പോൾ എരിവ് ആവശ്യമുണ്ടെങ്കിൽ അഡീഷണലായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ട് പൊരിച്ചതാണ്. അപ്പോൾ ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഗരം മസാല പൊരിക്കുന്ന സമയത്ത് ഇട്ടിരുന്നു. അത് വീഡിയോയിൽ വിട്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചിക്കന് ഞാനൊരു പാത്രത്തിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഈ വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലൊക്കെ മാറ്റിയതിന് ശേഷം ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മസാലയിലേക്ക് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടതിന് ശേഷം ഇപ്പോൾ ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മസാല കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് സ്റ്റീം ചെയ്തെടുത്തത് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇതാ സ്റ്റീം ചെയ്തെടുത്തത് കൊണ്ട് പൊട്ടിപ്പോവില്ല. അല്ലെങ്കിൽ ബ്രെഡ് നമ്മളിങ്ങനെ പരത്തുന്ന സമയത്ത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ബ്രെഡ് ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മസാല എടുത്തിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ കുറേശ്ശെ വെക്കുന്നുള്ളൂ. നമ്മൾ റോൾ ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാനാണ്. ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് സ്റ്റീം ആയതുകൊണ്ട് അങ്ങനെ അമർന്ന് നിന്നോളൂ. അപ്പോൾ ഇതുപോലെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഞാനിപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാനുണ്ട്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ കോട്ടിംഗ് ഒന്ന് ഫിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സ്പൂൺ കൊണ്ട് ചെയ്തിട്ട് മിക്സ് ആവുന്നില്ല. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോഴാണത് നന്നായിട്ടൊന്ന് കിട്ടിയത്. അപ്പോൾ ഇതെല്ലാ റോളും ഞാനിവിടെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിയിലിട്ട് അടിച്ച് ഈ ബാറ്ററിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്നും എടുത്തിട്ട് ഇതിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ ഓരോന്നും നമുക്ക് ഇങ്ങനെ മുക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഒരുപാട് ഓയിലൊന്നും പൊരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് കുറഞ്ഞ ഓയിലിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണല്ലോ. അപ്പോൾ ഇതാ ഓരോന്നും ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തെടുക്കില്ല, അതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ഇനി അപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി കുക്കാവാത്ത സൈഡൊന്ന് നീക്കി മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഭാഗവും കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എളുപ്പത്തിലുള്ള ഈ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഫ്താറിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇതാ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു സ്നാക്ക് മാത്രം മതി, അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.